ക്യാമറ അമ്മേ ഇന്നലെ വിഷ്ണുചേട്ടനൂടെ വന്ന് നമ്മൾ പറഞ്ഞ പോലെ എല്ലാം ചെയ്യുക. വിഷ്ണുചേട്ടനൂടെ വന്ന് പറഞ്ഞ പോലെ എല്ലാം ചെയ്യും. ഒന്നും വേണ്ട, കൂടെ ഉണ്ടാവുന്നു. മിനിസ്റ്റർ മിനിങ്ങാന്ന് ഇന്നലെ വിളിച്ചല്ലോ, മിനിസ്റ്റർ ഇന്നലെ സംസാരിച്ചല്ലോ, അമ്മയോടും പറഞ്ഞല്ലോ. അതെ, അമ്മയോടും മന്ത്രി സംസാരിച്ച ഓർമ്മയില്ലേ ഇന്നലെ? നിങ്ങൾ തമ്മിൽ പിണ്ടിയില്ലേ? ആ അതെല്ലാം ചെയ്യും കേട്ടോ. അതിനുപരിയായിട്ട് എൻ്റെ മൂത്ത മകളും അതിൻ്റെ മരുമകളും അവരെ ഞാൻ ഈ ഗിരീഷന്റെ പേര് പുള്ളിയാണ് ഞങ്ങളെല്ലാം സഹായങ്ങൾ ചെയ്യുകയും നേഴ്സിംഗ് പഠിപ്പിക്കാൻ അഡ്മിഷൻ മേടിക്കുകയും പോവുകയും വരികയും എല്ലാം ചെയ്തത് ഈ വ്യക്തിയാണ്. ഇത് ചേട്ടയുടെ മരുമോളും കൂടെ. അപ്പം ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും ഈ ആളാണ് നോക്കുന്നത്, ഗിരീഷ്. അപ്പം ഇപ്പം ഈ ഞങ്ങളെ ആശുപത്രി കൊണ്ടുപോയതും വരികയും ചെയ്ത് അഡ്മിറ്റ് ചെയ്തതും പുള്ളിയുടെ വണ്ടിക്കല്ല. അപ്പം പുള്ളിക്ക് എറണാകുളത്ത് ഒരു ചെറിയ പരിപാടിയുണ്ട്, ആ ചെറിയ പരിപാടി നിൽക്കുക. എറണാകുളത്താണ്. അങ്ങനെയാണ് ഈ ഓടിക്കൊണ്ടിരുന്നത് സാറേ. അങ്ങനെയാണ് ആ വ്യവസ്ഥയിലാണ് നമുക്ക് ഈ അത്യാവശ്യം വരുന്നത്. ഞാൻ 2-3 ദിവസം ഉണ്ട്. ഇന്ന് ഞാൻ ഒരു ശകലം നോർമലായി. ഇന്ന് ഞാൻ ഇവരൊക്കെ എൻ്റെ പെങ്ങന്മാരായിട്ട് മൂത്ത പെങ്ങന്മാരാണ്. പിന്നെ ഇളയ പെങ്ങൾ അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ ഇന്നും ഞാൻ രാവിലെ നോർമലായി. ഞാൻ 4 മണിക്ക് ഇറങ്ങി കഴിയുകയായിരുന്നു. ഞങ്ങളിവിടെ കിടക്കുന്നത്. അവളിവിടെ താഴെ കിടക്കും, ഞാനിവിടെ കിടക്കും. ഞാൻ നോക്കും എൻ്റെ ഭാര്യ. അപ്പോൾ ഞാൻ ഇരിക്കാൻ എൻ്റെ ഭാര്യയെ കാണാനില്ല. പിന്നെ അവിടെ കിടക്കുക, കത്തിച്ച് തീർത്ത് അവിടെ ഇട്ടിരിക്കുക. ഇങ്ങനെയുള്ള അത്യാവശ്യം നമ്മുടെ ജീവിതത്തിൽ വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അതൊക്കെ സാറിന് അറിയാം, എല്ലാം അറിയാം. ഞാൻ പറഞ്ഞില്ല, ഇത് മീഡിയ വഴി എല്ലാം വന്നില്ലയോ, ഇതെല്ലാം ഇവിടുത്തെ കുടുംബത്തിലെ കാര്യം എല്ലാം സാറിനറിയാം. ഇവിടുത്തെ നമ്മുടെ ബുദ്ധിമുട്ടും അറിയാം. ഞാൻ വിളിച്ചതാ സാർ, ഞാൻ വിളിച്ചതാ. ഞങ്ങൾ രാത്രി 12 മണിക്ക് 1 മണിക്കൊക്കെ അവിടുന്ന് വരുവാണെങ്കിലും ചിത്തി ഓർമ്മത്തില്ല. ഇനി ഞാൻ കറങ്ങി നടക്കുന്നത് ഒരു നല്ല വ്യക്തിയായിരുന്നു. ഞാനിപ്പോഴും പറയാം, നല്ല വ്യക്തിയായിരുന്നു. 100% സത്യത്തിൻ്റെ കൂടെ പോയിട്ടുള്ളൂ. ഞാൻ എന്തെങ്കിലും കൊലസ്റ്റ് പറഞ്ഞാലും എൻ്റെ ഭാര്യ അതിനൊന്നും ഒരു അണുതിനെ വ്യതിചലിക്കത്തില്ല. അത് സത്യത്തിൻ്റെ കൂടെ നിൽക്കുള്ളൂ. ഇവിടെ ഈ TV-ക്കകത്ത് ഈ കുഞ്ഞുങ്ങളൊക്കെ പോകും, മണിനും പോകും, തണലിലടിയിലും പോകും. അപ്പോഴും ഇവിടെ എൻ്റെ അടുത്ത് പറയുന്നതോ, എനിക്ക് മക്കളുണ്ടല്ലോ, അതിനെ രക്ഷപ്പെടുത്തിയോ കിട്ടിയോ എന്നുള്ള ഒരു ആവരാതിയിൽ നിൽക്കുന്ന അതാ